ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1990 മുതൽ 95 വരെയുള്ള വർഷങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ച തമിഴ് ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1990-ലാണ് മമ്മൂട്ടി തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 90 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആകെ 5 തമിഴ് ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നും നമുക്ക് നോക്കാം. മമ്മൂട്ടിയുടെ ആദ്യത്തെ തമിഴ് ചിത്രമായിരുന്നു 1990 ജൂൺ മാസം 15-ാം തീയതി തിയേറ്ററുകളിലെത്തിയ മൗനം സമ്മതം. മമ്മൂട്ടിയുടെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിൽ സംവിധാനം ചെയ്ത കെ മധു ആയിരുന്നു മൗനം സമ്മതം സംവിധാനം ചെയ്തത്. ഒരു ലീഗൽ ത്രില്ലർ കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് എസ് എൻ സ്വാമിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മലയാളം ടച്ചുള്ള തമിഴ് ചിത്രമായിരുന്നു മൗനം സമ്മതം. ഈ ചിത്രം സസ്പെൻസ് ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകി. എന്നിരുന്നാലും മൗനം സമ്മതം വേണ്ട രീതിയിൽ വിജയമായില്ല. തമിഴ്നാട്ടിൽ ഈ ചിത്രം വെറും ആവറേജ് വിജയം മാത്രമേ കൈവരിച്ചുള്ളൂ. KC ഫിലിം കമ്പൈൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ അമലയായിരുന്നു നായിക. ജയശങ്കർ, നാഗേഷ്, ശരത് കുമാർ, സുകുമാരി, കൊച്ചിൻ ഹനീഫ, പ്രതാപചന്ദ്രൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം മമ്മൂട്ടിക്ക് തമിഴിൽ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കി. ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. മമ്മൂട്ടിയുടെ രണ്ടാമത്തെ തമിഴ് ചിത്രമായിരുന്നു 1991 ആഗസ്റ്റ് 24-ാം തീയതി തിയേറ്ററുകളിലെത്തിയ അഴകൻ. തമിഴിലെ വെറ്ററൻ ഡയറക്ടർ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി അഴകപ്പൻ എന്ന കഥാപാത്രമായി മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മൗനം സമ്മതത്തെ അപേക്ഷിച്ച് കൂടുതൽ നിരൂപക ശ്രദ്ധ നേടിയെടുത്ത ഈ ചിത്രം മമ്മൂട്ടിക്ക് തമിഴിൽ നിരവധി ആരാധകരെയാണ് അക്കാലത്ത് സമ്മാനിച്ചത്. ഭാനുപ്രിയ, ഗീത, മധുബാല എന്നീ 3 നായികമാർ മമ്മൂട്ടിയോട് ഒരുമിച്ച ഈ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുക്കുക വഴി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. സംവിധായകനായ കെ ബാലചന്ദ്രൻ തന്നെ രചന നിർവഹിച്ച ഈ ചിത്രം KC ഫിലിം കമ്പൈൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. മരകതമണിയുടെ സംഗീത സംവിധാനത്തിന് ഒരുങ്ങിയ മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്തി. മമ്മൂട്ടിയുടെ മൂന്നാമത്തെ തമിഴ് ചിത്രമായിരുന്നു 91 നവംബർ 5-ാം തീയതി ദീപാവലിയോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ദളപതി. രജനീകാന്തും മമ്മൂട്ടിയും ഒരുമിച്ച ഈ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രം മണിരത്നമായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വമ്പൻ ഹൈപ്പിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഗംഭീര ഇനീഷ്യലായിരുന്നു തമിഴ്നാട്ടിൽ അക്കാലത്ത് നേടിയെടുത്തത്. മമ്മൂട്ടിയുടെ ദേവരാജ് എന്ന ഗാങ്സ്റ്റർ കഥാപാത്രം താരത്തിന് ഏറെ പ്രശംസ നേടിക്കൊടുത്തു. രജനീകാന്ത്, സൂര്യ എന്ന കഥാപാത്രമായി തിളങ്ങി നിന്ന ദളപതി വമ്പൻ ഇനീഷ്യലും അതിനൊത്ത കളക്ഷനും നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു അക്കാലത്ത് കരസ്ഥമാക്കിയത്. കൊമേഴ്സ്യൽ വിജയത്തോടൊപ്പം തന്നെ നിരൂപക ശ്രദ്ധയും നേടിയെടുത്ത ഈ ചിത്രത്തിൽ ഭാനുപ്രിയ, ശോഭന, ഗീത തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട നായികാവേഷങ്ങൾ എത്തിയത്. അരവിന്ദ് സ്വാമി, അമരീഷ് പുരി, ജയ്ശങ്കർ, നാഗേഷ്, ചാരുഹാസൻ, കിറ്റി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം GV ഫിലിംസിന്റെ ബാനറിൽ G വെങ്കടേശ്വരനായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇളയരാജയുടെ മാസ്മരിക സംഗീതത്തിലൊരുങ്ങിയ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ദളപതിയുടെ വിജയത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്തി. മമ്മൂട്ടിയുടെ നാലാമത്തെ തമിഴ് ചിത്രമായിരുന്നു 1993 നവംബർ 13-ാം തീയതി ദീപാവലിയോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ കിളിപ്പേച്ച് കേൾക്കവ. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു കോമഡി ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. കനക നായികയായി എത്തിയ ഈ ചിത്രം MG പിക്ചേഴ്സ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയെടുത്ത കിളിപ്പേച്ച് കേൾക്കവ എന്നാൽ 93 ദീപാവലിക്കിറങ്ങിയ മറ്റ് ചിത്രങ്ങളുടെ ഇടയിൽ ഗംഭീര വിജയം നേടാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും കിളിപ്പേച്ച് കേൾക്കവ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം സ്വന്തമാക്കി. വിജയകുമാർ, നാസർ, ചാർലി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഇളയരാജയായിരുന്നു നിർവഹിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ അടുത്ത തമിഴ് ചിത്രമായിരുന്നു 95 ദീപാവലിയോടനുബന്ധിച്ച് ഒക്ടോബർ 23 തിയേറ്ററുകളിലെത്തിയ മക്കൾ ആട്சி. ഈ ചിത്രം വെറ്ററൻ ഡയറക്ടർ RK ശെൽവമണിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പൊളിറ്റിക്കൽ ഫാമിലി എന്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ മക്കൾ ആട്சிയിൽ രഞ്ജിതയും റോജയുമായിരുന്നു നായികമാരായി എത്തിയത്. തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ ചിത്രങ്ങൾക്ക് മികച്ച മൈലേജ് നേടിക്കൊടുത്ത മക്കൾ ആട്சி അതുകൊണ്ട് തന്നെ മികച്ച വിജയമാണ് അക്കാലത്ത് നേടിയെടുത്തത്. സൂപ്പർ വിജയം കൈവരിച്ച ഈ ചിത്രത്തിന്റെ വിജയം മമ്മൂട്ടിക്കും 95-ൽ ഏറെ നേട്ടമായി. ഇളയരാജയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ലിവിങ്സ്റ്റൺ, ആനന്ദ് രാജ്, മൻസൂർ അലിഖാൻ, രാധാരവി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ആരതി ഇന്റർനാഷണൽ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ 100 ദിവസത്തിന് മുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്.
ആകെ സമ്മറി നോക്കുമ്പോൾ 90 മുതൽ 95 വരെയുള്ള കാലയളവിൽ മമ്മൂട്ടി അഭിനയിച്ച 5 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ സാമ്പത്തിക വിജയം കൈവരിച്ചു, 2 ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഈ കാലയളവിലെ സക്സസ് റേഷ്യോ 80% ആണ്. ഇതിൽ ഒരു ചിത്രവും സാമ്പത്തികമായി പരാജയമായില്ല എന്നുള്ളത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വസ്തുതയാണ്. ഈ 5 ചിത്രങ്ങളിൽ 4 ചിത്രങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത് ഇളയരാജയായിരുന്നു. ഒരു ചിത്രം മരകതമണി സംഗീത സംവിധാനം നിർവഹിച്ചു. ഇത്രയുമാണ് 90-95 വർഷങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ച തമിഴ് ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.